നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വന്നിട്ട് പോയിട്ട് പിന്നെന്താ വന്നേന്ന് അല്ലേ? എന്നെ ആശാസമരത്തിൽ നിന്ന് ഇറക്കി വിട്ട കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇല്ലല്ലേ? ഇനി ചേച്ചി അറിഞ്ഞോ? അറിഞ്ഞില്ലല്ലോ, ഞാനും അറിഞ്ഞില്ല. പക്ഷെ ഈ സമരത്തെ ഒന്നാം ദിവസം തൊട്ട് ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു എന്നെ ഈ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. എന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ സമരത്തിന് വരണമെന്ന് പറഞ്ഞ് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമരം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. കാരണം അസംബ്ലി ഉണ്ടല്ലോ. അസംബ്ലിയിൽ വന്നപ്പോഴാണ് അസംബ്ലി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ തന്നെ ഞാൻ സമരത്തിന്റെ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കേരളയ്ക്ക് പോയാൽ ശനിയാഴ്ച ദിവസമാണ് കുറെ കല്യാണങ്ങളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് കേരളയ്ക്ക് ഉള്ള ടിക്കറ്റിന്റെ മുന്നേ ഞാൻ പോകും, അതനുസരിച്ച് എന്നെ ക്രമീകരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഏറ്റവും നേരത്തെ വന്ന ആളാണ് അല്ലേ? പക്ഷേ നമ്മള് സമരം തുടങ്ങാൻ കുറച്ച് വൈകിയപ്പോൾ ഞാൻ ഇത്രയും മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ കാണാം. ഞാൻ പല കുറി വാച്ചിൽ തൊട്ട് സമയം കാണിക്കുന്നുണ്ട്, പോകാറായി. പക്ഷെ ഇവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഞാൻ പോകാൻ നേരം സദാശിവ മാഷ് പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ. ഞാൻ പറഞ്ഞല്ല, എനിക്ക് ട്രെയിൻ മിസ്സാവും. മിനി ചേച്ചി പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ. ഞാൻ പറഞ്ഞു ട്രെയിൻ മിസ്സാവും. രേമ ചേച്ചി പറഞ്ഞൊരു വാക്ക് നീ പറഞ്ഞിട്ട് പോകും. ഞാൻ പറഞ്ഞല്ല, പരിപാടി മുറപോലെ നടക്കട്ടെ. അപ്പോൾ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്നെ ആശാസമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതെന്റെ അമ്മമാരാണ്. ആ കുത്തിത്തിരിപ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ഇതെന്റെ അമ്മമാരുടെ സമരമാണ്. അമ്മമാര് എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയുമില്ല. അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന മാധ്യമപ്രവർത്തകര് മനസ്സിലാക്കണം.